എറണാകുളം കേരള ലളിതകലാ അക്കാദമിയുടെ ഹാളിൽ ഇപ്പോഴും നടന്നു വരുന്ന മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിലെ അവസാനത്തെ 1.5 വർഷക്കാലത്തെ ജീവിതകഥ വസ്തുനിഷ്ഠമായി വർത്തമാന കാലഘട്ടത്തിൽ എത്ര ഗൗരവത്തോടെ വേണം മതനിരപേക്ഷതയ്ക്കു വേണ്ടിയുള്ള പോരാട്ടം ഇന്ത്യൻ ജനത കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റിയുള്ള ഗൗരവമുള്ളൊരു പ്രദർശനം കിട്ടാവുന്നിടത്തോളം ചിത്രങ്ങളും അതുപോലെ തന്നെ സംഭവ പരമ്പരകൾ നടന്ന ഗ്രാമങ്ങളും അവിടെയുള്ള വളരെ ഗൗരവതരമായ വർഗീയ അക്രമങ്ങളും സംഭവങ്ങളുമെല്ലാം നേരിട്ട് കണ്ടും അതിനെപ്പറ്റി മനസ്സിലാക്കിയും തയ്യാറാക്കി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എക്സിബിഷൻ്റെ ഭാഗമായി അവതരിപ്പിച്ചിരിക്കുക. ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ 3 പ്രശസ്തരായ ചരിത്ര ചിത്ര മേഖലയിലെ പ്രമുഖരാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്ത് ദിവസങ്ങളായി ഇവിടെ ഈ എക്സിബിഷൻ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാം ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. വർഗീയതയ്ക്കെതിരായ പോരാട്ടം വർത്തമാന ഇന്ത്യയിലും വളരെ പ്രധാനമാണ് എന്ന കൃത്യമായ സന്ദേശം ചരിത്രത്തിൽ ഗാന്ധി സ്പർശം വർഗീയതയ്ക്കെതിരായി, വർഗീയ ശക്തികൾ നടത്തുന്ന കടന്നാക്രമങ്ങൾക്കെതിരായി എങ്ങനെയാണ് ഗാന്ധി പ്രതിരോധിച്ചത് എന്നതിൻ്റെ ചിത്രം എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ തറക്കുന്ന രീതിയിൽ ഈ എക്സിബിഷൻ്റെ ഭാഗമായി അവതരിപ്പിക്കുക. വളരെ ശ്രദ്ധേയമായി അവതരിപ്പിച്ച ഈ വർത്തമാന കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയം ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ ഈ എക്സിബിഷൻ നമ്മളെ പ്രാപ്തമാക്കുന്നു. നിരവധി ആളുകൾ ദൈനംദിനമെന്നോണം ഈ എക്സിബിഷൻ കാണാൻ വേണ്ടി എത്തിച്ചേരുന്നു എന്നുള്ളത് ആവേശകരമായ ഒരു ചിത്രമാണ്. ഈ എക്സിബിഷൻ്റെ പിന്നിൽ സുധീഷ്, ഗോപികൃഷ്ണൻ, മുരളി ചേരുത്ത് ഈ 3 പേരുടെ അശ്രാന്ത പരിശ്രമവും സംഭവം നടന്ന പ്രദേശങ്ങൾ അവർ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതും ഫോട്ടോ സഹിതം നമ്മളെ ബോധ്യപ്പെടുത്തത്തക്ക രീതിയിൽ ഈ എക്സിബിഷൻ്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചതും തീർച്ചയായും ചരിത്രത്തിൻ്റെ കൃത്യമായ അവശേഷിപ്പുകൾ സൂക്ഷിച്ചു വെക്കാൻ നമ്മുടെ മനസ്സിലും അതുപോലെ തന്നെ ഈ അക്കാദമി ഹാളിലും തയ്യാറാവുന്നു എന്നുള്ളതും പ്രത്യേകമായ സവിശേഷതയാർന്ന ഒന്നായിട്ട് ഞാൻ കാണുകയാണ്. അവരെ ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്.